പ്രവാസ ജീവിതത്തിനിടയിൽ സ്ട്രോക്ക് വന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ഷാജി ജോണിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി ഒരുമ കൂട്ടായ്മ. കുളത്തൂപ്പുഴ 11-ാം മൈലിൽ ഷാജി ഭവനിൽ NCC ഷാജി എന്നറിയപ്പെട്ടിരുന്ന ഷാജി ജോണിന്റെ കുടുംബത്തിനാണ് 2 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കുവൈറ്റ് ഘടകം KIG-യുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുമ കൂട്ടായ്മയുടെ സഹായധനമായ 2 ലക്ഷം രൂപയാണ് ഒരുമയുടെ പ്രതിനിധി അൻഷാദ് മരണപ്പെട്ട ഷാജി ജോണിന്റെ കുടുംബത്തിന് കൈമാറിയത്. കഴിഞ്ഞ ഏപ്രിൽ മാസം കുവൈറ്റിൽ വെച്ച് ഷാജി ജോണിന് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് നാട്ടിലെത്തിക്കുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു. ഇത് നമ്മൾ ഷാജി ജോൺ നാളിൻ്റെ പേരിൽ പ്രവർത്തിച്ചു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അത്യാഹിതത്തിൽ ഒരുമ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ കുവൈറ്റ് ഘടകം ആയിട്ടുള്ള KIG-യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുമ എന്ന സംഘടനയുടെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ നിന്നുള്ളൊരു സഹായം കൈമാറുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികളും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ സഹായങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മെമ്പറാകാവുന്ന ഒരു പദ്ധതിയാണ് ഒരുമ. അത് നമ്മളിവിടെ കൈമാറുന്നത് കേരളത്തിൽ ഉള്ള വെൽഫെയർ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടാണ് അതാത് സമയങ്ങളിൽ അർഹരായവർക്ക് എത്തിക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ ഒരു മെമ്പറായിരുന്നു ഈ ഷാജി ജോൺ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സഹായമായ 2 ലക്ഷം രൂപ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീട് സന്ദർശിക്കാൻ വന്നത്. ഞാൻ കുവൈറ്റിൽ നിന്നുള്ള പ്രതിനിധിയാണ്. കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതിയായിരുന്നു ഷാജി ജോൺ മരണപ്പെട്ടത്. 35,000 അംഗങ്ങളുള്ള കുവൈറ്റ് പ്രവാസി ഒരുമ കൂട്ടായ്മയിലെ അംഗമായിരുന്നു ഷാജി ജോൺ. അപ്രതീക്ഷിതമായ വേർപാട് കുടുംബത്തിന് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. വിദ്യാർത്ഥികളായ 3 മക്കളുടെ പഠനവും മറ്റും ഷാജിയെ ആശ്രയിച്ചാണ് നടന്നിരുന്നത്. ജമാഅത്ത് ഇസ്ലാമി പ്രാദേശിക അമീർ A. സൈനുദ്ദീൻ, ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് MM കമാലുദ്ദീൻ, M. അബ്ദുസമദ്, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നിസാം ചന്ദനക്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു. ജോണിനെ നേരത്തെ തന്നെ നമുക്കറിയാം. കുവൈത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വഭാവത്തിൻ്റെയും നല്ലൊരു പ്രകൃതത്തിൻ്റെയും എല്ലാവരുമായി നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് അവിടെ വെച്ച് അസുഖം ബാധിക്കുന്നതും പിന്നെ തുടർ ചികിത്സക്കായിട്ട് നാട്ടിലേക്ക് വരുന്നതും. നാട്ടിൽ വന്ന് ചികിത്സക്കിടയിലാണ് മരണപ്പെടുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരുമയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഇങ്ങനെയൊരു സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 3 പേരും 3 മക്കളാണുള്ളത്. 3 മക്കളും പഠിക്കുന്നവരാണ്. അവരെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ആശ്വാസമായിരിക്കും ഈ സാമ്പത്തിക സഹായം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം തമ്പുരാൻ അതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് അതിൽ സഹകരിച്ച ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അതിൻ്റേതായ പ്രതിഫലം നൽകട്ടെ എന്നാണ് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കാനും കൂടി അവരുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതൽക്കേ നാട്ടിലെ സാംസ്കാരിക സംഘടനകളിലും പൊതുരംഗത്തും ഷാജി ജോൺ പ്രവർത്തിച്ചിരുന്നു. യുണിവൈ, YMCA, MCYM സംഘടനകൾ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ജില്ലാ ചുമതല വഹിക്കുന്ന വേളയിലാണ് ഷാജി ഗൾഫിലേക്ക് പോയത്. റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല, കുളത്തൂപ്പുഴ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.